നോമ്പോറൊക്കെ പുരയിൽ സ്റ്റാർ ആവണം എന്നാൽ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമ്മളെ കയ്യിലുള്ളത് മാത്രമേ വേണ്ടൂ. ബ്രെഡ് റോളെ ഫസ്റ്റ് തന്നെ ഒരു പാനിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് ജിഞ്ചർ ഇട്ട് കൊടുക്കാം. അതൊന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ഉള്ളി ചേർത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വാട്ടിയെടുക്കാം. ദെൻ നമുക്ക് കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കൊറിയാണ്ടർ ലീഫും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് എല്ലാം ഒന്ന് വാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചിക്കനാണ്. ചിക്കൻ ഞാനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. മുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്തതാണ് ഇത്. ഷ്രെഡ് ചെയ്തിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് സെറ്റ് ചെയ്തെടുക്കും. ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാവും. അല്ലെങ്കിലേ ഇത് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും. സ്റ്റീം ചെയ്ത ബ്രെഡ് കൈ കൊണ്ടൊന്ന് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് പരത്തിയെടുത്താലും മതി. എന്നിട്ട് ഒരു സൈഡിലേക്ക് ഫില്ലിങ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കാം. ദെൻ മൈദ ഒന്ന് കലക്കിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒട്ടാനും ഹെൽപ്പ് ചെയ്യും. കുറച്ച് മൊഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തും കൂടി എടുക്കാം. എന്നിട്ട് ആ സൈഡും കൂടി ഒന്ന് മൈദ പശ വെച്ചിട്ട് ഒട്ടിച്ചു വെക്കാം. ഇനി സെയിം പ്രോസസ്സ് തന്നെ മുട്ടൻ്റെ വെള്ളൻ്റെ അകത്തൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തും കൂടി എടുത്താൽ മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.